ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക ഇന്നാകും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് ഉച്ച തിരിഞ്ഞ് 3 മണിയോടുകൂടിയാകും അവസാനിക്കുക. സൂക്ഷ്മ പരിശോധന കഴിഞ്ഞ് 86 പേരുടെ പത്രിക തള്ളിയതോടുകൂടി നിലവിൽ 204 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. വിവരങ്ങളും വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ തെക്കൻ കേരളത്തിൻ്റെ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, തെക്കൻ കേരളത്തിലെ പ്രചരണ രീതികൾ എങ്ങനെയാണ് സജീവമാകുന്നത്? എന്തൊക്കെയാണ് വിഷയങ്ങൾ? ദേശീയ നേതാക്കൾ അടക്കം എത്തുന്നു. ഒപ്പം ഇന്ന് ഒരു തിരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകുന്ന ദിനം കൂടിയാണ് 3 മണിക്ക് ശേഷം. അജിംഷാദ്, ഈ തെരഞ്ഞെടുപ്പുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക ഇന്നാണ് പൂർത്തിയാകുന്നത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്നാണ്. ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടിയാണ് ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട ഒരു സാഹചര്യമുള്ളത്. സൂക്ഷ്മ പരിശോധന കഴിഞ്ഞ് 86 പേരുടെ പത്രികയാണ് തള്ളിയിരുന്നത്. നിലവിൽ അതുകൊണ്ട് 204 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നതെന്നാണ് കണക്കിൽ സൂചിപ്പിക്കുന്നത്. 290 പേരിൽ 204 പേരാണ് ഇപ്പോഴുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന ആളുകളുടെ കൂടി കണക്ക് പരിശോധിച്ചതിന് ശേഷം അതിനുശേഷമായിരിക്കും ഒരു അന്തിമ പട്ടിക പൂർത്തിയാകുക. ഏതായാലും ഇന്ന് അപരന്മാർ അടക്കമുള്ള ആളുകൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക വഹിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ഇന്ന് ഉറ്റുനോക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പിൽ പ്രധാന മുന്നണികളിലെ ആളുകളെല്ലാം തന്നെ മത്സരിക്കുന്നത് ഉറപ്പായിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ ഈ ഒരു അവസാന ദിവസം കൂടി പൂർത്തിയാകുന്നതോടെ തന്നെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നതോടെയാണ് ഇനി അന്തിമ തീരുമാനമുണ്ടാകുക ആരൊക്കെയാണ് മത്സരിക്കുക എന്ന്. അതോടൊപ്പം തന്നെ അടുത്ത ദിവസം മുതൽ ശക്തമായ പ്രചാരണ പരിപാടികൾ തന്നെയായിരിക്കും എല്ലാ മുന്നണികളും ഉയർത്തുക. അതോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ദേശീയ നേതാക്കൾ അടക്കമുള്ളവർ മുന്നണികൾക്ക് പിന്തുണയുമായി കേരളത്തിലേക്ക് എത്തും. 15-ാം തീയതി പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നുണ്ട്. തൃശ്ശൂരിലാണ് അദ്ദേഹം എത്തുന്നത്. അത്തരത്തിലുള്ള വലിയ പ്രചാരണ പരിപാടികളാണ് ഉണ്ടാകുക. LDF-നും പിന്തുണ നൽകി കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ഉള്ള പ്രത്യേക നേതാക്കൾ എത്തുന്നുണ്ട്. അത്തരത്തിലുള്ള വലിയ ഒരു പിന്തുണയാണ് എല്ലാ മുന്നണികൾക്കും ലഭിക്കുന്നത്. അതോടൊപ്പം പ്രചാരണ പരിപാടികൾക്കായി ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. 26-ാം തീയതിയാണ് വോട്ടെടുപ്പ് നടക്കുക. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണം നടത്തി ജനങ്ങളുടെ പരമാവധി വോട്ട് നേടുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഓരോ മുന്നണികളും മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രചാരണ പരിപാടികൾ തുടരും. അതോടൊപ്പം ഇനി ആരൊക്കെയാണ് ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ള ഒരു തീരുമാനം ഇന്ന് വൈകിട്ടോടെ തന്നെ വ്യക്തമാകുന്നതാണ്. അജിഷ, ശരി.